റൊസാരിയും വിത്താലെ 2025 ഒക്ടോബർ 11. എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയിലെ ശ്രദ്ധേയമായ ഒന്നാണ് പരിശുദ്ധ മറിയത്തോട് അപേക്ഷിച്ചവരിൽ ഒരുവനും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നത്. പരിശുദ്ധ അമ്മയിലുള്ള അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ഈ പ്രാർത്ഥനാ വരികൾ. ദൈവശാസ്ത്രപരമായി ചിന്തിച്ചാൽ പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുന്നത് പുണ്യവാന്മാരുടെ ഐക്യത്തിലുള്ളൊരു പ്രാർത്ഥനയായി കൂടി ചിന്തിക്കാം. നാം എല്ലാ വിശുദ്ധരോടും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ഉപേക്ഷിക്കപ്പെടില്ല എന്ന വിശ്വാസത്തോടെയും ഉറപ്പോടും കൂടെയാണല്ലോ. വിശുദ്ധർ നമ്മുടെ പ്രാർത്ഥന ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് സഭ പഠിപ്പിക്കുന്നത്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ സ്വർഗീയ രാജ്ഞി എന്ന നിലയിൽ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നത് പരിശുദ്ധ മാതാവാണല്ലോ. അതിനാൽ തന്നെ നമ്മൾ പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുന്നത് പുണ്യവാന്മാരുടെ ഐക്യത്തിലുള്ള നമ്മുടെ വ്യക്തിപരമായ പങ്കുകൊള്ളലാണ്. അത്രയും മഹിമ നിറഞ്ഞ വരികളാണ് നാം ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ അനുവർത്തിക്കുന്നത്. വിശുദ്ധരുടെ മധ്യസ്ഥതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന തിരുസഭ പരിശുദ്ധ മറിയത്തിൽ ആശ്രയം വെച്ച് നമ്മെ വളർത്താൻ വളരെയേറെ ശ്രമിക്കുന്നു. ഇവിടെ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ വരികൾ സഹായകമാണ്. അദ്ദേഹം പറയുന്നു, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്നത് വിശുദ്ധരുടെ മധ്യസ്ഥത നേടുന്നതിൻ്റെ ഉന്നത മാതൃകയാണ്. പരിശുദ്ധ സഭയോട് ചേർന്ന് നാം ആരെയാണോ നമ്മുടെ അഭയം, നമ്മുടെ ജീവൻ, നമ്മുടെ പ്രത്യാശ എന്ന് തുടങ്ങിയ സത്യങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നത്, അത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതുവഴി പരിശുദ്ധ മാതാവിനോടുള്ള പ്രത്യേക മധ്യസ്ഥതയാണ് നാം നടത്തുന്നത്. വിശുദ്ധ ലിഗോരിയുടെ ഈ പഠനം സ്വീകരിച്ച് അംഗീകരിച്ച് നമുക്കും അപേക്ഷിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത മാതാവേ, ഞങ്ങളുടെ യാചനകൾ സ്വീകരിക്കണമേ. ആവേ മരിയ.